ഒരു വെള്ള സ്വിഫ്റ്റ് കാർ. കുറച്ചു ദിവസങ്ങളായി ആ ഒരു റോഡിലൂടെ അവർ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. കാറിനകത്തുണ്ടായിരുന്നത് പത്മകുമാറും കുടുംബവും. അങ്ങനെ പറ്റിയ ഒരു സമയം വന്നപ്പോൾ 6 വയസ്സുകാരി കുഞ്ഞിനെയും തട്ടിയെടുത്തുകൊണ്ട് പത്മകുമാറും കുടുംബവും കടന്നു കളയുകയാണ്. അതിനുശേഷം കുട്ടിയുടെ അമ്മയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നു. 10 ലക്ഷം രൂപ കൊടുത്താൽ കുട്ടിയെ വിട്ടു നൽകാമെന്ന്. ഏകദേശം 6 കോടിയോളം രൂപയുടെ ആസ്തിയുള്ള പത്മകുമാറും കുടുംബവും എന്തിനു വേണ്ടിയാണ് കുട്ടിനെ തട്ടിക്കൊണ്ടുപോയതും അതിനുശേഷം മോചനദ്രവ്യമായി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതും വിശദമായി തന്നെ നോക്കാം. കൊല്ലം ഓയൂരിനടുത്താണ് ഈ സംഭവം നടക്കുന്നത്. നവംബർ 27-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4:30 ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങവേ 6 വയസ്സുകാരി കുട്ടിയും അവളുടെ സഹോദരനും കൂടിയാണ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വെള്ള സ്വിഫ്റ്റ് കാർ അവരുടെ അടുക്കിലേക്ക് വരികയും പെൺകുട്ടിയെ കാറിനുള്ളിലേക്ക് എടുത്തിടുകയും എതിർക്കാൻ ശ്രമിച്ച ആൺകുട്ടിയെ അവർ ഉപേക്ഷിച്ച് പോവുകയുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ കൂടിയ ആളുകൾ പോലീസിൽ വിവരമറിയിക്കുകയും ഉടൻ തന്നെ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുകയും ചെയ്തു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിവരം സോഷ്യൽ മീഡിയ വഴിയും ദൃശ്യ മാധ്യമങ്ങൾ വഴിയും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും തന്നെ എത്തുകയുണ്ടായി. വൈകിട്ടോടുകൂടി കുട്ടിയുടെ അമ്മയുടെ മൊബൈലിലേക്ക് വന്ന ഫോൺ കോളിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ പോലീസ് ശക്തമാക്കി. അവസാനം അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചത് ഒരു കട ഉടമയിലേക്കായിരുന്നു. കട ഉടമയെ സമീപിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, തൻ്റെ കടയിൽ ഓട്ടോയിൽ സാധനം മേടിക്കാൻ വന്ന ഒരു സ്ത്രീ തൻ്റെ മകളെ ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ച് ഫോൺ വാങ്ങുകയും തുടർന്ന് ആരെയോ വിളിച്ച ശേഷം തിരികെ ഫോൺ ഏൽപ്പിക്കുകയുമായിരുന്നുവെന്നായിരുന്നു. പോലീസുകാർക്ക് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ യാതൊരു തെളിവുകളും എവിടെയാണ് കുട്ടി എന്ന് ഒന്നും കണ്ടുപിടിക്കാനായില്ല. ഇതിനോടകം തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത വളരെ വേഗത്തിൽ തന്നെ എല്ലാവരിലേക്കും എത്തുകയാണ്. കേരളത്തിലുള്ള ഓരോ ജനങ്ങളും ആ കുട്ടിയെ കിട്ടുവാൻ വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കുകയാണ്. ഓരോരുത്തരും ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ആ കുട്ടിയുടെ ഫോട്ടോയും മറ്റുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും സോഷ്യൽ മീഡിയയും അതുപോലെ ദൃശ്യ മാധ്യമങ്ങൾ ന്യൂസ് ചാനലുകളെല്ലാം തന്നെ ആ കൊച്ചിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുകയാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വെള്ള സ്വിഫ്റ്റ് കാറിനെ കേന്ദ്രീകരിച്ചൊക്കെ പോലീസുകാർ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്, കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഡ്യൂപ്ലിക്കേറ്റ് നമ്പറാണെന്ന്. അതുകൊണ്ട് തന്നെ ആ വെള്ളക്കാറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എല്ലാം വളരെ ശക്തമായി തന്നെ പോലീസുകാർ നടത്തുന്നുണ്ടായിരുന്നു. എല്ലാ ജില്ലയുടെ അതിർത്തിയിലും വളരെ വലിയ പോലീസ് സന്നാഹം തന്നെ ഉണ്ടായിരുന്നു. ഓരോ കാറും അരിച്ചു പെറുക്കുന്നുണ്ടായിരുന്നു. സംശയം തോന്നുന്നവരെ എല്ലാവരെയും ചോദ്യം ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കാറിൻ്റെ ഡിക്കി വരെ തുറന്ന് ഉള്ള പരിശോധനയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു പരിശോധന രാത്രി വൈകിയുമൊക്കെ തുടർച്ചയായി തന്നെ നടക്കുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ അമ്മയുടെ ഫോൺ നമ്പറിലേക്ക് വന്ന കോളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നാളെ 10 മണിയാകുമ്പോൾ നിങ്ങൾക്ക് കുട്ടിയെ ലഭിക്കും, നിങ്ങൾ 10 ലക്ഷം രൂപ റെഡിയാക്കി വെക്കൂ, കുട്ടി സുരക്ഷിതയാണ്, യാതൊരുവിധ കുഴപ്പവുമില്ല, പിന്നെ പ്രത്യേകിച്ചും നിങ്ങൾ പോലീസിനെയും മറ്റുമൊന്നും വിവരം അറിയിക്കരുത് എന്നുകൂടി ഫോൺ വിളിച്ച സ്ത്രീ പറയുകയുണ്ടായി. രാത്രി മുഴുവൻ പോലീസുകാർ അരിച്ചു പെറുക്കിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല. ഇത്രയധികം മീഡിയയും അതുപോലെ പോലീസുകാരും കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ തിരച്ചിൽ നടത്തുന്നുണ്ടെന്ന് മനസ്സിലായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കുട്ടിയെ ഒരു പാർക്കിൽ ഉപേക്ഷിക്കുന്നു. യാതൊരുവിധ പരിക്കുകളോ ഒന്നും കൂടാതെ തന്നെ കുട്ടിയെ സുരക്ഷിതമായി തന്നെ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലേക്ക് പോലീസുകാർ കൈമാറുകയും ചെയ്യുകയാണ്. കുട്ടിയെ തിരിച്ചു കിട്ടിയെങ്കിലും പല സംശയങ്ങളും അവിടെ നിലനിൽക്കുകയാണ്. ആരാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്? എന്തിനു വേണ്ടിയായിരുന്നു അവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ടത്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലീസുകാർക്ക് കണ്ടെത്തുവാൻ ഊർജിതമായി തന്നെ പോലീസുകാർ ഒരു അന്വേഷണം നടത്തുകയാണ്. പ്രതിക്ക് വേണ്ടിയിട്ടുള്ള ശക്തമായ അന്വേഷണം തന്നെ നടത്തുന്നതിൻ്റെ ഭാഗമായി കുട്ടിയുടെ സഹായത്തോടു കൂടി തന്നെ പ്രതിയുടെ രേഖാചിത്രം വരയ്ക്കുകയും അത് പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയ എല്ലാം വഴി പെട്ടെന്ന് തന്നെ എല്ലാ ആളുകളിലേക്കും എത്തുകയാണ്. അതുപോലെ തന്നെ വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടായിരുന്നല്ലോ ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിരുന്നത്.
അങ്ങനെ വ്യാജ നമ്പർ പ്ലേറ്റ് നിർമ്മിച്ച സ്ഥലത്തേക്ക് അവർ എത്തുകയാണ്. അങ്ങനെ അവർക്ക് പ്രതിയുടെ യഥാർത്ഥ ഫോൺ നമ്പർ ലഭിക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ആ ഒരു ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണങ്ങൾ ആരംഭിച്ചു. പക്ഷേ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയങ്ങളിൽ ആ ഫോൺ ആ ഒരു ഭാഗത്ത് ആക്റ്റീവായിരുന്നില്ല. എന്നാൽ കുട്ടിയെ ഡ്രോപ്പ് ചെയ്ത സമയത്ത് ആ ഫോൺ നമ്പർ അവിടെ ഉണ്ടായിരുന്നതായിട്ട് പോലീസുകാർ കണ്ടെത്തുകയാണ്. മറ്റു പല രീതിയിലുമൊക്കെ പോലീസുകാർ അന്വേഷണം പ്രതിക്കായി നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു ക്ലൂ അവർക്ക് കിട്ടുകയാണ്. കുട്ടി പറഞ്ഞത് അടിസ്ഥാനത്തിൽ രാത്രി ലാപ്ടോപ്പിൽ കുട്ടിയെ കാർട്ടൂൺ കാണിച്ചു കൊടുത്തു എന്നായിരുന്നു. അതൊരു ടോം ആൻഡ് ജെറി വീഡിയോ ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ ശക്തമായ അന്വേഷണം ആരംഭിച്ചു. അതിൻ്റെ IP നമ്പർ വെച്ച് ആളെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഇന്ത്യയിൽ 28,000-ഓളം വരുന്ന ആളുകൾ അന്ന് ആ ഒരു വീഡിയോ കണ്ടിരുന്നതായി പറഞ്ഞിരുന്നു. അതിൽ നിന്നും സോർട്ട് ചെയ്ത് തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തു നിന്നും ആ ഒരു വീഡിയോ കണ്ടത് ആരൊക്കെ എന്നുള്ളൊരു നിഗമനത്തിൽ എത്തുകയും അങ്ങനെ സോർട്ട് ചെയ്ത് ഏകദേശം 130-ഓളം പേര് ആ ഒരു വീഡിയോ രാത്രി 7-നും 10-നും ഇടയിലായി കണ്ടതായി കണ്ടെത്തി. അങ്ങനെ ഇരിക്കെയാണ് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നും ഫോൺ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ പോലീസ് പിടികൂടുന്നത്. പത്മകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിതകുമാരിയും അവരുടെ മകളുമാണ് പിടിയിലായത്. എന്തിനു വേണ്ടിയാണ് പത്മകുമാറും കുടുംബവും ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഏകദേശം 6 കോടിയുടെ ആസ്തി അവർക്കുണ്ടെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലും തെങ്കാശി, തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ടും ഫാം ഹൗസും അതുപോലെ ധാരാളം പ്രോപ്പർട്ടി അവർക്ക് ഉണ്ട്. പിന്നെ എന്തിനു വേണ്ടി അവർ ഇങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടു? പത്മകുമാറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം 30 വർഷങ്ങൾക്ക് മുൻപ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ഒരു വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹത്തിന് ജോലിയേക്കാൾ കൂടുതൽ താല്പര്യം ബിസിനസ്സിൽ ആയതുകൊണ്ട് പലതരം ബിസിനസ്സുകൾ നടത്തി പോരുകയായിരുന്നു. അങ്ങനെ പല ബിസിനസ്സുകളിലും ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവസാനത്തെ കണക്കുകൾ പറയുന്നത് ഏകദേശം 5 കോടിയോളം രൂപയുടെ കടബാധ്യതയിലേക്ക് പത്മകുമാർ എത്തിയിരിക്കുകയാണെന്നാണ്. അവരുടെ എല്ലാ പ്രോപ്പർട്ടിയും തന്നെ ബാങ്കിലും മറ്റുമൊക്കെ പണമിടപാടിനായി ഈടുവെച്ചിരിക്കുന്നത് കൊണ്ട് വസ്തു വിറ്റ് കടബാധ്യത തീർക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്നൊരു അവസ്ഥ ഇരിക്കുകയാണ്. അങ്ങനെയാണ് എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയാണ് 1 വർഷം മുമ്പ് അവർ ഈ തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് പൈസ മേടിക്കാം എന്നുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. അങ്ങനെയാണ് 1 വർഷം മുൻപേ തന്നെ അവർ വ്യാജ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കി വെക്കുന്നത്. അതിനുവേണ്ടി പല ട്രയലുകളൊക്കെ അവർ നടത്തി നോക്കി. എങ്ങനെ കുട്ടിയെ തട്ടിക്കൊണ്ടുവരണം, അതിനുള്ളൊരു പദ്ധതി അവർ തയ്യാറാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ യാതൊരുവിധ രീതിയിലും പിടിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് പത്മകുമാറിന് വരികയാണ്. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന് 10 ലക്ഷം രൂപയുടെ പെട്ടെന്നുള്ളൊരു ആവശ്യം വരികയാണ്. പരിചയമുള്ള പലരോടായിട്ടും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെങ്കിലും ഒരിടത്തു നിന്നും 10 ലക്ഷം രൂപ ലഭിച്ചില്ല. മകൾ അനുപമ ഒരു യൂട്യൂബർ ആണ്. അത്യാവശ്യം ഇംഗ്ലീഷ് വീഡിയോസൊക്കെ ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു നിലയിലായിരുന്നു ചാനൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3 മുതൽ 5 ലക്ഷം വരെ ഒരു മാസം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവളുടെ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇരിക്കെ മറ്റുള്ള ആളുകളുടെ വീഡിയോസ് എടുത്ത് സ്വന്തം ചാനലിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് കോപ്പിറൈറ്റ് ആവുകയും അങ്ങനെ പിന്നീട് 3 മാസങ്ങൾക്ക് മുൻപ് യൂട്യൂബ് അവളുടെ മോണിറ്റൈസേഷൻ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അതോടുകൂടി കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു വരുമാനം പെട്ടെന്ന് തന്നെ സ്റ്റക്കാവുകയാണ്. മാത്രമല്ല 10 ലക്ഷം രൂപ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ വസ്തു വിറ്റിട്ടോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ പണയത്തിലിരിക്കുകയാണ്. അപ്പോൾ അതിനും സാധിക്കില്ല എന്നൊരവസ്ഥ. അങ്ങനെ ഇരിക്കുകയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും അതുവഴി മോചനദ്രവ്യം ആവശ്യപ്പെട്ട് 10 ലക്ഷം രൂപയുടെ ആവശ്യം നിറവേറ്റാമെന്ന് പത്മകുമാറും ഭാര്യ അനിതകുമാരിയും മകൾ അനുപമയും തീരുമാനമെടുക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ നിരന്തരമായി അവരുടെ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള സ്വിഫ്റ്റ് കാർ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും കറങ്ങി നടക്കുകയാണ്. തട്ടിക്കൊണ്ടു പോകാൻ രീതിയിൽ പറ്റിയ ഒരു അവസരത്തിൽ പറ്റിയ ഒരു സന്ദർഭം എവിടെ ലഭിക്കുന്നു അതനുസരിച്ച് ഉള്ള ചെറിയ കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിക്കുന്നു. അങ്ങനെ ആണ് എന്ന് പറയുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന
രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. ഈ 2 കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് പോകുന്നത് വ്യക്തമായിട്ട് അവർ കണ്ടെത്തുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ആ 2 കുട്ടികളെ കേന്ദ്രീകരിച്ച് ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അനുയോജ്യമായ ഒരു സന്ദർഭം ഒത്തുകിട്ടിയപ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് മാറിയത്. ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ അവർക്ക് കാര്യങ്ങൾ നടന്നില്ല. ആ സമയത്ത് കുട്ടിയുടെ മാതാവ് ഒരു പ്രാവശ്യം ഒപ്പമുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു ദിവസം കുട്ടിയുടെ മുത്തശ്ശി കൂടെ ഉണ്ടായിരുന്നു. അതിനാൽ 2 ദിവസത്തെ ശ്രമം അവർ ഉപേക്ഷിച്ച് 3-ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു സാഹചര്യം അവർക്ക് ഒത്തുകിട്ടുന്നതും കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതും. കുട്ടിയെ തട്ടിയെടുത്ത ഇവർ ആദ്യം ചെയ്തത് കുട്ടിയുടെ വായ പൊത്തിപ്പിടിക്കുകയും പിന്നീട് കുട്ടിക്ക് ഉറക്ക ഗുളിക കൊടുക്കുകയും കുട്ടിയെ മയക്കി കിടത്തുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് പോലീസുകാരുടെ തിരച്ചിലൊക്കെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കിയ അവർ ഇടവഴികളിലൂടെയൊക്കെയാണ് വണ്ടി ഓടിച്ച് പോയത്. ക്യാമറയിലൊന്നും പതിയാത്ത രീതിയിൽ. അങ്ങനെ അവർ അവരുടെ വീട്ടിൽ എത്തിച്ചേരുകയാണ്. അതിനുശേഷമാണ് പത്മകുമാറും ഭാര്യ അനിതകുമാരിയും കൂടി ഒരു ഓട്ടോ പിടിച്ച് വീടിന് കുറച്ചു മാറി ഉള്ള ഒരു കടയിലേക്ക് പോകുന്നതും അവിടെ നിന്നും ഫോൺ മേടിച്ച് കുട്ടിയുടെ അമ്മയുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുന്നതും പിന്നീട് 10 ലക്ഷം രൂപ വേണമെന്നും നാളെ 10 മണിക്ക് കുഞ്ഞിനെ വിട്ടു നൽകാം, 10 ലക്ഷം രൂപ കരുതി വയ്ക്കണം എന്നും പറയുകയുണ്ടായി. പിന്നീട് തിരികെ വന്ന അവർക്ക് ഒരു കാര്യം മനസ്സിലായി. കുട്ടിയെ തട്ടിക്കൊണ്ടു പോയ വിവരം കേരളമൊട്ടാകെ വലിയ ചർച്ചയായിരിക്കുന്നു, വലിയ വാർത്തയായിരിക്കുന്നു. തങ്ങളെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെയാണ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആശ്രമ മൈതാനത്തേക്ക് ഒരു ഓട്ടോ പിടിച്ച് പോവുകയും അതിനുശേഷം പാർക്കിനകത്ത് കുട്ടിയെ സേഫായിട്ട് ഒരിടത്ത് ഇരുത്തുകയും തുടർന്ന് കുട്ടിയുടെ അടുത്തേക്ക് മറ്റുള്ള ആളുകൾ വരുന്നതും കാത്ത് ഇരിക്കുന്നു. അതിനുശേഷം കുട്ടി സേഫായി മറ്റുള്ള ആളുകൾ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും കടന്നു കളയുകയാണ്. തുടർന്ന് തങ്ങളിലേക്കും അന്വേഷണം വരുന്നുണ്ട് എന്ന് സംശയം തോന്നിയ അവർ അവിടെ നിന്നും കടന്നു കളയുകയാണ്. തമിഴ്നാട്ടിലുള്ള തെങ്കാശിയിലേക്കാണ് അവർ പോകുന്നത്. അവിടെ അവർക്ക് ഒരു ഫാം ഹൗസ് ഉണ്ട്. അത് പാട്ടത്തിന് നൽകിയ വ്യക്തി തൻ്റെ സുഹൃത്താണ്. അങ്ങനെ അയാളുടെ അടുത്തേക്കാണ് അവർ പോകുന്നത്. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസുകാർക്ക് വ്യക്തമായി മനസ്സിലായി പത്മകുമാർ ഉള്ളത് തെങ്കാശിയിലാണെന്ന്. അങ്ങനെ ഒരു സംഘം പോലീസുകാർ തെങ്കാശിയിലെത്തുകയും പത്മകുമാറിനെ പിടിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് പത്മകുമാർ തൻ്റെ സുഹൃത്തിനെ കാണുന്നതിന് വേണ്ടി അവിടെയുള്ള ഒരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വെളിയിലിറങ്ങിയ സമയമാണ് പോലീസുകാർ അവരെ പിടികൂടുന്നത്. ഇത്രയധികം വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള തട്ടിക്കൊണ്ടുപോകലുകളൊന്നും നടക്കില്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു മുൻകരുതൽ തന്നെ ആയിരിക്കട്ടെ. പത്മകുമാറും കുടുംബവും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഒരിക്കലും പിടിക്കില്ല എന്നൊരു ആത്മവിശ്വാസമാണ് അവരെ ഇങ്ങനെയുള്ളൊരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കാനുണ്ടായ സാഹചര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്